ഹലോ, ഇതെല്ലാ സേവ്യർക്കും ഞാൻ ഇന്ന് ഈ ചെറിയ വീഡിയോ എടുക്കാനായിട്ട് പോവുക. ഞാൻ വളരെ നാളായി, കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റിയല്ലോ. അപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെ കാട് കയറി കിടക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പുല്ല് വെട്ടാനായിട്ടൊരു കൊച്ചിനെ വിളിച്ച് പുല്ലൊക്കെ ചെത്തി നന്നാക്കി ശരിയാക്കി തിരിച്ചെടുത്തിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പൊന്മാനെ കാണാൻ പറ്റിയത് കൊമ്പയിൽ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പറന്നു പോയി വരും അവൻ. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്ഥലം ചെത്തി നന്നാക്കിയത് ഇവിടെ ഈ ചട്ടികളിലൊക്കെ ഇങ്ങനെ ഈ സർപ്പപ്പൊലം എന്ന ചെടി ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയല്ലേ. ഇത് കണ്ടു, ഇങ്ങനെ അവിടം വരെ ഉണ്ട്. ഒരു 43 ചട്ടി ഉണ്ട്, 2 നിര. ഇവിടെ ഈ കിടക്കുന്ന സ്ഥലം കണ്ടോ, ഇതുപോലെ കാടാറുള്ളത്. ഇതിങ്ങനെ പുല്ല് വെട്ടിയിട്ട് പോലും ഇത് ശരിയായിട്ടില്ല. പിന്നെ വെറുതെ ഭംഗിപ്പറക്കി ഞാൻ ഒരുപാട് കൊണ്ട് 1 മണിക്കൂർ പോണത് കുഴിയൊക്കെ എടുത്ത് ഇങ്ങനെ നടാൻ വേണ്ടി കുഴിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടേക്കുക. ഇപ്പോൾ കുറച്ച് കോസ്മസൊക്കെ നിൽപ്പുണ്ട്. ഓണത്തിന് പൂടാനൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് ഇടണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു ഇവിടെ മഞ്ഞളുണ്ട്, എൻ്റെ അപ്പച്ചനമ്മയൊക്കെ നട്ട മഞ്ഞൾ. എനിക്ക് 2 പുളി നിൽപ്പുണ്ട്. ഇതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ ഇവിടെ കിടന്ന പുല്ലുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ പുല്ലുകളെല്ലാം ഞാൻ ഭംഗി ഇതിൻ്റെ ചുവട്ടിലിട്ടിരിക്കുകയാണ്. ഇതാണ് ഈ സ്ഥലങ്ങൾ. ഇത് നല്ലൊരു 5 സെൻറ്റ് സ്ഥലം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പുളി ഇങ്ങനെയൊക്കെ ഞാനിവിടെ തെളിച്ചെടുത്തിരിക്കുക. അതായത് കോസ്മസ്, പിന്നെ കനകാമ്പരം ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ വേറെ കുറേ ചെടികളിലൊക്കെ ഉണ്ട്, അതിൻ്റെ പേരൊന്നും അറിയാൻ. ഇവിടെ ഒരു പൂന്തോട്ടം പോലെ, ഒരു സർപ്പപ്പോള പൂന്തോട്ടം പോലെ പിടിപ്പിക്കാമെന്ന് ഓർത്തിരിക്കുക. സർപ്പപ്പോള മാത്രം നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെടികളും കൂടി നടാനായിട്ട് കുഴി കുത്തി ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഉച്ച കഴിയുമ്പോഴാണ് ഇച്ചിരി സമയം കിട്ടുള്ളൂ നമുക്ക്. ഇത് പുള്ളിക്കാരന് ഇച്ചിരി ചോറൊക്കെ കൊടുത്തിട്ട്, ചോറൊക്കെ വാരി കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ വാരി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പണികളൊക്കെ ചെന്ന് ഒതുക്കിയിട്ട്, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാടാണ് മൊത്തം. ഇതുണ്ട്, ഇതുപോലെ കാടുകൾ. അതിൻ്റെ ഇടയ്ക്ക് ചെടികളും ഉണ്ടെന്നുള്ളത്. ഈ കാടുകളൊക്കെ കളഞ്ഞിട്ട് നമുക്കിവിടെ ഇങ്ങനെ സ്ഥലം വെട്ടിയൊരുക്കാം നിർത്തുകൊണ്ട്. നമ്പ്യാർവട്ടം നിൽപ്പുണ്ട്, ഒരു പേരയുണ്ട്. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പേരയ്ക്ക. അപ്പോൾ ഞാൻ എവിടെ പേരയ്ക്ക ഉണ്ടല്ലോ അത് നിർത്തും അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി. ചെറുപ്പം പോലെ പേരയ്ക്കയോട് ഭയങ്കര താല്പര്യം. ഇതുണ്ടോ, ഇവിടെ എത്രയോ സ്ഥലം ഇങ്ങനെ. ഇതൊക്കെ പുല്ല മൊത്തം. നമ്മൾ ചവിട്ടുമ്പോൾ കാല് താണു പോകുക നമുക്ക്. ഇതിന് വൈകുന്നേരം നമ്മൾ 1 മണിക്കൂർ ഇതിനകത്ത് 2 മണിക്കൂർ പണണം. 2 ദിവസം പണിതേ തീരുള്ളൂ. ആളെയൊന്നും കൂട്ടില്ല, നമ്മൾ തന്നെ ചെയ്യുക. അങ്ങനെ 3 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ചെടിത്തോട്ടമായി മാറും. നമുക്ക് കുറേ പലവക ചെമ്പരത്തിയോ എന്തെങ്കിലുമൊക്കെ നടാം. ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എരിക്ക് നിൽപ്പുണ്ട്. എരിക്കിൻ്റെ കൂടെ ആര്യവേപ്പുണ്ട്. ചെടികൾ ഞാൻ നേരത്തെ കുറച്ച് വടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ചെടികളൊക്കെ ഇടാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിന്നെ നാളെ ഇത് നട്ടതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഞാനിടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.